എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓരോന്ന് ചെയ്ത് സമയം കളയാനാണ് ഇഷ്ടം കേട്ടോ. വെറുതെ ഫോൺ യൂസ് ചെയ്ത് സമയം കളയാൻ എനിക്കെന്തോ അങ്ങോട്ട് ഇഷ്ടമല്ല. അങ്ങനെ എനിക്ക് തോന്നാറുമില്ല. ഒരു മാക്സിമം എൻ്റെ ടൈം ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കും. അത് കുറച്ച് ടൈമാണെങ്കിൽ പോലും അത് ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കും. അത് ഏത് രീതിയിലാണോ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ തന്നെ ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ വേസ്റ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമേ അല്ല. എൻ്റെ ടൈം എന്ന് പറയുന്നത് എന്നിട്ട് പോലും എനിക്ക് സമയം തികയുന്നില്ല. നമ്മൾ ഓരോന്ന് ചെയ്തിട്ട് പോലും എൻ്റെ സമയം തികയാത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തോ അറിയില്ല, അത്ര തിരക്കാണ് പല ദിവസങ്ങളും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയുമായിട്ട് അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കുന്നതിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ ഈ ഒരു ജോലി അല്ലെങ്കിൽ ഒരു വരുമാനം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എൻ്റെ ഫാമിലിയെ കെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അല്ലാതെ അവർക്കൊരു അവർക്കൊരു ചെറിയൊരു ഹെൽപ്പ് അത്രമാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു അടിച്ചുപൊളി ലൈഫ് അങ്ങനെയൊന്നുമല്ല. ഒരു ചെറിയൊരു തുകയാണെങ്കിൽ പോലും അതിലൊരുപാട് സന്തോഷമുണ്ട്. ഒരു ചെറിയൊരു ഹെൽപ്പ് ഹസ്ബൻഡിന് ചെയ്യുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. പേരൻസിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ. ആ ലൈഫ് എനിക്ക് മാക്സിമം യൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയാണ്. എനിക്ക് വേണ്ടി മാത്രമല്ല, പല കാര്യങ്ങൾക്കും വേണ്ടി എനിക്ക് യൂസ് ചെയ്യണം. ഞാനെന്നൊരു വ്യക്തി എന്നിലും എൻ്റെ കുടുംബത്തിലും മാത്രം ഒതുങ്ങേണ്ടേ അല്ല എന്നൊരു തോന്നൽ എന്നിലുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സാമ്പത്തികം അതൊരു മെയിൻ ഘടകമാണ്. നമുക്ക് ബാക്കിയുള്ളവരെ സഹായിക്കണമെങ്കിൽ ഒരു ചെറിയ സാമ്പത്തികം വേണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാമൂഹികമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാനൊക്കെ ഇഷ്ടമാണ്. എങ്കിലും അധികം വലിയ ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ഇഷ്ടമല്ല. കാരണം എനിക്കൊരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റൊരാൾ അറിയാതെ ചെയ്യുന്നതിനോടാണ് താല്പര്യം. നമ്മളിപ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു വീഡിയോയുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ അങ്ങനെയൊന്നും താല്പര്യമില്ല. പക്ഷേ ഒരു വീഡിയോ ചെയ്യുന്നതിലൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ അത് നേരിട്ട് വന്ന് നിന്ന് ചെയ്യാനുള്ള അങ്ങനൊരു മനസ്സ് എനിക്കില്ല. എനിക്കെന്തോ അതിനോടൊരു താല്പര്യക്കുറവ്. പക്ഷേ വീഡിയോസും എൻ്റെ കാര്യങ്ങളും എനിക്ക് കുറേ കാര്യങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ എന്നെപ്പോലിരിക്കുന്ന വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെ എനിക്ക് ഒരുപാട് മാറ്റണം. അല്ലെങ്കിൽ എൻ്റെ ഒരു രീതി കണ്ടിട്ട് അവർക്കും പറ്റും എന്നുള്ള രീതിയിൽ ഇറങ്ങി വരാം എന്നൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ പ്രചോദനമാവണമെന്ന് എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ആവണമെന്നാണ് താല്പര്യം. അല്ലാതെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ജോലി ചെയ്താലും എൻ്റെ ഫാമിലി എൻ്റെ വീട്ടിൽ വരുമ്പോൾ മക്കളാണെങ്കിലും ഇക്കാണെങ്കിലും വീട്ടിൽ വരുന്ന ടൈമിൽ ഞാനും ആ വീട്ടിൽ കാണണം എന്നൊരു അങ്ങനെയാണ് എൻ്റെ ഇഷ്ടം. ഞാനൊരു ജോലിക്ക് പോയാലും എൻ്റെ വീട്ടിൽ അവർ വരുന്ന ടൈമിൽ ഞാൻ അവരുമായിട്ട് വേണം. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട് പോരെ. നമ്മൾ എന്ത് ജോലിയാണെങ്കിലും എൻ്റെ മൈൻഡിൽ അവർക്കുള്ളത് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. പിന്നെ ഏത് ജോലിയാണ് നമുക്ക് കിട്ടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇഷ്ടമാണ്, ഗവൺമെൻറ് ജോബ് ഇഷ്ടമാണ്. പക്ഷേ അത് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ വിഷമിച്ച് നിൽക്കാനൊന്നും പോകുന്നില്ല. അൽഹംദുലില്ലാ, ഒന്നുമില്ലെങ്കിലും അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ട്, ടൈം കണ്ടെത്തുന്നുണ്ട്. ഏത് രീതിയിലാണെങ്കിലും എനിക്കങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് ഓരോന്ന് ചെയ്യണം എന്നൊക്കെയാണ് താല്പര്യം, ഇഷ്ടം, പ്രതീക്ഷ അങ്ങനെയാണ്. എല്ലാം നടക്കുമോയെന്നറിയില്ല, ശ്രമിച്ച് നോക്കാം നമുക്ക്. ഇത് ഞാൻ എങ്ങനെ ഒട്ടിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്കൂടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സ്, ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ. കൂടുതലും ഫാമിലിയിൽ ഇത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം, അവരുടെ ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് എനിക്കും താല്പര്യം. അതൊക്കെയാണ് എൻ്റെയും ഇഷ്ടങ്ങൾ. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. അപ്പം പലർക്കും പല മൈൻഡാണ്. എൻ്റെ മൈൻഡല്ല മറ്റൊരാളുടെ മൈൻഡ്. എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ എന്നെപ്പോലെ ആവണം മറ്റുള്ളവരെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ മറ്റുള്ളവരെ പോലെ ഞാനാവണമെന്നും പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അവരവരുടെ വഴിക്ക് വിടുക അല്ലേ, അത്രയേ ഉള്ളൂ. പിന്നെ വീട്ടിൽ വെറുതെ ഇരുന്ന് ടൈം കളയാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക്
ഇത് നാളെ നമുക്ക് കിട്ടത്തില്ല. ഇന്നത്തെ ഈ ലൈഫ് നാളെ നമുക്ക് കിട്ടത്തില്ല. നാളെ നമുക്ക് അവസ്ഥ അറിയത്തില്ല. സോ നമ്മൾ മാക്സിമം ഏത് ജോലിയാണോ ഇഷ്ടപ്പെടുന്നത് ആ ജോലി ഇഷ്ടത്തോടെ ചെയ്യാം. ഇഷ്ടത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാം ശരിയാവും, എല്ലാം നടക്കും. ഞാൻ ഒരു പല കാര്യങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് ഇപ്പോൾ പാചകം ചെയ്യുകയാണെങ്കിൽ ആ പാചകം ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. മടുപ്പ് തോന്നി ചെയ്യാറില്ല. കാരണം നമ്മൾ മടുപ്പ് തോന്നി ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് ശരിയാവത്തില്ല. പക്ഷേ ഏതൊരു ജോലിയും ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുമ്പം അതിനൊരു ഭംഗിയുണ്ട്. അതിനൊരു എന്താ പറയുക, എല്ലാം കൊണ്ടും നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്കതിൽ നിന്ന് കിട്ടുക. അത് ഈവൻ ഒരു പാചകം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യവും മനസ്സിനെ മടുപ്പിക്കാതെ ചെയ്യുക. മനസ്സ് മടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പം ഞാൻ ഈ വീടുണ്ടാക്കുന്നു, ഇതെങ്ങനെ ഉണ്ടാക്കും എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ അതെൻ്റെ മനസ്സിൻ്റെ ഒരു ഇതാണ്. എൻ്റെ മോന് ചെയ്യണം. എനിക്കിപ്പോൾ ഞാൻ ക്ലാസ്സിന് പോകുന്ന ടൈമാണ്. ലീവ് എടുത്തിട്ടാണ് അവിടെ പോയിരുന്ന്. വീട്ടിലിരുന്നാൽ വായിച്ച് നോക്കത്തില്ല. ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ കമ്പൈൻ സ്റ്റഡിയുടെ അവിടെ ഇരിക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ വായിക്കുമല്ലോ. അപ്പം ആ ഒരു ടൈമാണ്. എങ്കിൽ പോലും അവൻ്റെ സന്തോഷമല്ലേ ക്ലാസ്സിൽ ബാക്കിയുള്ള പിള്ളേർ ചെയ്തുകൊണ്ട് വരുമ്പോൾ എൻ്റെ മോനും ചെയ്തുകൊണ്ട് ചെല്ലണം. ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അത് വേറൊന്നും കൊണ്ടല്ല, അവരിൽ ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളെല്ലാം വളർന്ന് വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെയാണ്. നമ്മളൊക്കെ പഠിച്ച പോലെ തന്നെ അവരും 2 മക്കളാണ്. അവരും വളർന്ന് വരണം. നമ്മൾ എത്രത്തോളമായി എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പം അതുപോലെ നമ്മുടെ മക്കളും എത്തും. നമ്മളൊന്ന് താങ്ങായിട്ട് നിന്ന് കൊടുത്താൽ മതി. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാത്തിനും എല്ലാം ശരിയാവും എന്നൊക്കെയാണ് തോന്നൽ. ഇതങ്ങനെ ഒട്ടുന്നില്ല. നോക്കാം. ഏതായാലും ഞാനിത് ഒട്ടിച്ചേ പറ്റൂ. ഇന്നിപ്പോൾ വൈകിട്ട് വരുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും. ഇളയാളാണ്. ഒരു നിർബന്ധവും കരച്ചിലും ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്. പിന്നെ മക്കളുടെ കാര്യത്തിന് വേണ്ടി ഇതിപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഞാനിത് ചെയ്തെടുക്കും. അല്ലെങ്കിൽ അത് ബോറടിപ്പിക്കാതെ അല്ലെങ്കിൽ മനസ്സ് മടുപ്പിക്കാതെ ചെയ്യുക. അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. നിങ്ങൾ ഈ വീട്ടിൽ വെറുതെ ഇരിക്കാതെ മാക്സിമം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിൽ പോലും നമ്മുടെ കാര്യങ്ങൾക്ക് പോലും നമ്മുടെ ഹസ്ബൻഡിനെ നമുക്ക് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട വരത്തില്ല. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു ചെറിയ തുക നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യത്തിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മക്കളുടെ കാര്യത്തിന് ഒരു വഴിക്ക് ഇറങ്ങി പോകുമ്പോൾ അവർ ഉമ്മി എനിക്കത് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിലത് വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ ഇല്ല എങ്കിൽ നമുക്കത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം അത് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു 10 രൂപ വേണം. പിന്നെ വീട്ടിലിരുന്ന് സമ്പാദിക്കാമല്ലോ. ഞാൻ വീട്ടിലിരുന്ന് പഠിപ്പിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വീട്ടിലിരുന്നും പഠിപ്പിക്കാൻ ഇഷ്ടമുള്ളവർ പഠിപ്പിക്കാം. മറ്റു കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ചെയ്യാം. നമുക്ക് ഒരുപാട് വഴികളുണ്ട്. അത് നമ്മൾ കണ്ടെത്തുക. നമ്മുടെ കഴിവ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. എനിക്ക് ടീച്ചിങ്ങിനോടായിരുന്നു ഇഷ്ടം. പാതി വഴിയിൽ നിൽക്കാനെന്ന് കരുതി ഞാൻ നിരാശപ്പെട്ടിരിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അടച്ചിട്ടൊരിടത്ത് ഇരിക്കുന്നതും ഇഷ്ടമല്ല. മാക്സിമം ഞാൻ പുറത്ത് പോയി കാര്യങ്ങൾ ചെയ്യുന്നതും എൻ്റെയും എൻ്റെ മക്കളുടെ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഹസ്ബൻഡിനെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. അതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ചില നേരം നല്ല ബുദ്ധിമുട്ടാണ് എങ്കിൽ ഞാൻ ഇക്കാനോട് പറയും ഒന്ന് വരുമോ, അല്ലെങ്കിൽ നമുക്കൊന്ന് പോവാം, അല്ലെങ്കിൽ ഇക്ക പറയും ഞാൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുമ്പോൾ അത് ശരിയായി വരും. അല്ലാതെ നമ്മൾ എല്ലാത്തിനും അവരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു രീതി മാറ്റിയെടുക്കുക. അതാണ് വേണ്ടത്. നമ്മളല്ലാതെ അവരെയും ബുദ്ധിമുട്ടിച്ച് അവരും വന്നാലേ നമ്മുടെ കാര്യം നടക്കുക എന്നൊന്നുമില്ല. ഒരാളുടെ ടൈം നമ്മൾ എടുക്കുമ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക. കാരണം അവർക്കും ഉണ്ടാകും കാര്യങ്ങൾ, നമ്മളെപ്പോലെ അവർക്കും ഉണ്ടാകും ഇഷ്ടങ്ങളും ഒക്കെ. അപ്പോൾ 2 പേരും ഇൻഡിപെൻഡൻ്റാണ്. ഭാര്യ ഭർത്താവ് എന്ന് കരുതി 2 പേരും ഒരുപോലെയല്ല. 2 പേരും ഇൻഡിപെൻഡൻ്റാണ്. അപ്പോൾ മാക്സിമം അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. ഒട്ടും പറ്റാത്ത സിറ്റുവേഷനിൽ നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുക. അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതെന്നല്ല. അപ്പോൾ അവർക്കും നമ്മളെ ഒരു വാല്യൂ ഉണ്ടാവും. നമ്മളുടെ വാക്കിലൊരു വിലയുണ്ടാവും. സോ മാക്സിമം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്ത് ഒക്കെ നിൽക്കുക.
അങ്ങനെയൊക്കെയാണ് എൻ്റെ രീതികൾ. അപ്പോൾ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രം. കുറേ ആയി ഞാൻ വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യണമെന്ന് കരുതും. പക്ഷേ ഈ പറഞ്ഞ പോലെ മടിയാണ് എൻ്റെ വീഡിയോസ് ഇടാതിരിക്കാനുള്ള കാരണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മോണിറ്റൈസേഷൻ ആയായിരുന്നു, പക്ഷെ ഞാനത് കൊടുത്തിട്ട് എൻ്റെ അത് ക്ലിയർ ആയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് മാനസികമായിട്ട് അങ്ങ് മടി വന്നു. അതെന്താണെന്നറിയില്ല, ഞാൻ അത് ക്ലിയർ ആക്കാൻ എനിക്ക് അറിയത്തുമില്ല. മാക്സിമം നോക്കാം, ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അത് എന്തുകൊണ്ടാണ് ക്ലിയർ ആവാനെന്നുള്ളത്. എനിക്ക് ഇതിനകത്തൊരു നമ്പറൊക്കെ വരുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ തനിയെ യൂട്യൂബ് നോക്കിയാണ് ഞാൻ ഈ മോണിറ്റൈസേഷന് കൊടുത്തത്. അപ്പോൾ അത് ശരിയായിട്ടില്ല. അതൊന്ന് ശരിയാക്കണം. പക്ഷേ അതിന് പോലും ഞാനിരുന്ന് ടൈം കണ്ടെത്തി അത് ചെയ്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊട്ടും സമയമില്ലാതായി. ഞാൻ പഠിപ്പിക്കുന്ന ആ ഒരു കുട്ടികളുടെ അളവ് കൂടി. അപ്പോൾ ഞാനും പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ എല്ലാത്തിൽ നിന്നും അങ്ങ് പിന്നോട്ട് പോയത്. അപ്പോൾ എനിക്ക് എൻ്റേതായ കുറേ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വീണ്ടും അതിലേക്കൊക്കെ എത്തിപ്പെടണം എന്നുള്ള തോന്നലുകൊണ്ട് വീണ്ടും ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. അപ്പം ഇൻഷാ അല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസും നല്ല നല്ല കാര്യങ്ങളുമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.